കോഴിക്കോട് DMO തർക്കത്തിൽ ഒടുവിൽ പരിഹാരമായി. DMO ഡോക്ടർ ആശാദേവി തന്നെയെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഡോക്ടർ N രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിക്ക് ഹാജരാകണം. സർക്കാർ ഉത്തരവ് പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, രാവിലെ മുതൽ ആരോഗ്യവകുപ്പിന് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. രണ്ടുപേർ കസേരയിൽ നേർക്കുനേർ ഞാനാണ് DMO എന്ന് അവകാശപ്പെട്ട് ഇരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇപ്പോൾ സർക്കാർ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തീർച്ചയായും സിനിമ മാതൃകയിലാണ് രണ്ട് ഉദ്യോഗസ്ഥരും ഒരു ക്യാബിനുള്ളിൽ രണ്ടു വശത്തായി ഇരിക്കുന്ന കാഴ്ച. അതിൽ തന്നെ രാവിലെ ജോലിക്ക് കയറിയ രാജേന്ദ്രൻ എന്ന മുൻ DMO കസേരയിൽ നിന്നും ഒരു വട്ടം പോലും പുറത്തിറങ്ങാതെ, ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാതെ ആ കസേരയിൽ തന്നെ നിൽക്കുന്ന ആ കാഴ്ച ഏറെ അപഹാസ്യമായ കാഴ്ചയായിരുന്നു. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ വലിയ വിവാദമായി മാറിയ സാഹചര്യത്തിൽ ഇടപെടുകയും ആരോഗ്യവകുപ്പ് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റപ്പെട്ട ആശാദേവിയെ തന്നെ ഈ കോഴിക്കോടിന്റെ DMO ആയി ചുമതലപ്പെടുത്തുകയും പകരം തിരുവനന്തപുരത്തേക്ക് നിയമനം മാറ്റി ലഭിച്ച ഡോക്ടർ രാജേന്ദ്രനെ അവിടേക്ക് തന്നെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ സ്ഥലമാറ്റത്തിനെതിരെ ഡോക്ടർ രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച ശേഷം അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് തുടരാൻ ഒരാഴ്ചത്തേക്കുള്ള അനുമതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നൽകിയിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ ആശാദേവിക്ക് കോഴിക്കോട് വന്ന് ചുമതല ഏറ്റെടുത്തെങ്കിൽ പോലും ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അദ്ദേഹം സീറ്റിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഒരാഴ്ചയോളം അവർ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരാഴ്ചത്തേക്ക് ഈ സ്ഥലം മാറ്റം മാറ്റിവെച്ച സാഹചര്യത്തിൽ ആ ഒരു കാലാവധി ഇന്നലെ കഴിയുകയും ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റേയുടെ ഉത്തരവിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് മറുവശത്ത് ഇത് നീട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും എത്തുകയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ സ്റ്റേ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നും അല്ലെങ്കിൽ അവകാശമില്ല എന്നും DHS കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശാദേവിക്ക് ഇവിടെ DMO ആയി ചുമതല നൽകിയിരിക്കുന്നു. അത് അവർക്ക് ആ കസേരയിൽ ഇരിക്കാനുള്ള അനുമതി നൽകുകയും അവരാ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിരിക്കുന്നത്. രാജേന്ദ്രൻ നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അദ്ദേഹം ഇനി തിരുവനന്തപുരത്ത് പോയി ചുമതല ഏറ്റെടുക്കുകയാണ് മുന്നിലുള്ള വഴി. അല്ലെങ്കിൽ കോടതിയെ തന്നെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിനെ തന്നെ സമീപിച്ച് അനുകൂലമായ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും രണ്ടു വശത്തെയും കാര്യങ്ങൾ, അതായത് ഈ സ്ഥലം മാറ്റപ്പെട്ട ആളുകളുടെ നിന്ന് വിശദമായ വാദം കേൾക്കാം, അല്ലെങ്കിൽ അവരെ കേട്ട ശേഷം ഒരു മാസത്തിനുള്ളിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും എന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീർപ്പുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ നാണക്കേടാണ് ആരോഗ്യവകുപ്പിന് തന്നെ ഈ രണ്ട് DMO, അതായത് ഒരേ ഓഫീസിനുള്ളിൽ രണ്ട് DMO ഉണ്ടായിരുന്നത് നൽകുന്നത്. ഒരാൾ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിച്ച് ആ കസേരയിലിരിക്കുമ്പോൾ മറുവശത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വലിയ അപഹാസ്യമായ ഒരു ചിത്രം തന്നെയാണ് പുറത്തേക്ക് നൽകിയത്. എന്തായാലും അക്കാര്യത്തിലാണ് ഇപ്പോൾ DHS അല്ലെങ്കിൽ സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു തർക്കത്തിന്റെ പുറത്ത് രാവിലെ മുതൽ എന്തൊക്കെയായിരുന്നു ഓഫീസിലുണ്ടായ പ്രശ്നങ്ങൾ? ഉദ്യോഗസ്ഥരുടെ മറ്റുള്ള ജീവനക്കാരുടെ ഒക്കെ സമീപനം ഏത് രീതിയിലായിരുന്നു? രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലായിരുന്നോ? സാങ്കേതികമായി പറഞ്ഞാൽ ഈ ആശാദേവി ഇവിടെ വന്ന് ചുമതല ഏറ്റെടുത്ത മുതൽ അവർക്ക് ഔദ്യോഗിക സിം കാർഡുകൾ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർ ആ ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ രാജേന്ദ്രൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവോടുകൂടി ഇവിടേക്ക് എത്തുമ്പോൾ എങ്ങോട്ട് അവർ മടങ്ങിപ്പോകണം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം എറണാകുളത്തെ ഓഫീസിൽ നിന്നും റിലീവ് ചെയ്താണ് അവർ കോഴിക്കോട് ഓഫീസിലേക്ക് എത്തിയത്. അതുകൊണ്ട് അവർക്ക് എന്ത് ചുമതല നൽകണം എന്ന കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൃത്യമായൊരു വിശദീകരണം നൽകിയിരുന്നില്ല. അതുകൊണ്ട് അവർ ഈ സ്ഥാനത്ത് തുടരുകയും അവർക്ക് തിരിച്ചു പോകാനിടമില്ലാതെ വരികയും ചെയ്യുന്നു. എന്നാൽ ഒരു വശത്ത് ഈ രാജേന്ദ്രൻ തന്റെ സ്ഥാനത്ത് തന്നെ അമർന്നിരിക്കുന്ന സാഹചര്യം, ഈ ജീവനക്കാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പോലും അദ്ദേഹം ആ കസേരയിൽ നിന്നും മാറിയിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം രാവിലെ വന്ന് ഓഫീസിലേക്ക് കയറിയ ആ സമയം മുതൽ ഏതാണ്ട് 3-3:30 വരെ അദ്ദേഹം ആ സീറ്റിൽ തന്നെ ഇരിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് പോകുന്നില്ല. കാരണം ഈ പോകുന്ന സമയത്ത് മറ്റു ഉദ്യോഗസ്ഥ കസേരയിൽ കയറിയിരുന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ആ കസേര നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാവാൻ. എന്തായാലും അതൊക്കെ ഇപ്പോൾ ഒഴിവായിരിക്കുന്ന ഒരു ഉത്തരവിലൂടെ ഈ ഉത്തരവ് പാലിക്കപ്പെടേണ്ടതാണ്. പാലിക്കപ്പെട്ടില്ലെങ്കിൽ കർശനമായ അച്ചടക്ക നടപടികളിലേക്കൊക്കെ സർക്കാരിന് പോയിട്ട് വരും. അങ്ങനെയെങ്കിൽ
കർശന നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം തർക്കങ്ങളൊക്കെ, പ്രത്യേകിച്ചും ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടും സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ ഈ ഭരണ സംവിധാനങ്ങൾക്കുള്ളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഈ മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തലത്തിലോ ഒക്കെ കേസുകൾ മറ്റും നടത്തിയൊക്കെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അല്ലാതെ ഒരു കയ്യൂക്ക് കാട്ടി ഒരു ഉദ്യോഗസ്ഥയെ ഓഫീസിൽ കയറ്റാതിരിക്കുക എന്നത് ഒരിക്കലും ഒരു കരണീയമായ മാതൃകയല്ല എന്നാണ് ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ഈ ട്രേഡ് യൂണിയൻ ഈ സർവീസ് സംഘടനകളടക്കം പറയുന്നത്. അങ്ങനൊരു മാർഗമായിരുന്നു അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിച്ച പാത കൃത്യമായിരുന്നു. കാരണം 7 ദിവസത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റത്തിന് സ്റ്റേ നൽകുകയും അദ്ദേഹത്തോട് തൽസ്ഥാനത്തിരിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു. അത്രയും ദിവസം കൃത്യമായി ഈ ആശാദേവി എന്ന പുതുതായി ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ആ DMO അവിടെ വരികയുണ്ടായില്ല. അവർ പൂർണ്ണമായും ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ആശാദേവി ഓഫീസിലെത്തുകയും തന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ അല്ലെങ്കിൽ തന്റെ കടമ നിർവഹിക്കാൻ തയ്യാറാവുകയും ചെയ്തത്. പക്ഷേ അതും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു ഓഫീസിനുള്ളിൽ 2 DMOമാർ നിൽക്കുന്ന അങ്ങേയറ്റം അപഹാസ്യമായ കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ കോഴിക്കോട് DMO ഓഫീസിൽ കണ്ടത്. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും DMO തർക്കത്തിന് കോഴിക്കോട് പരിഹാരമായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് ഈ നിലയിലേക്ക് എത്തിയത്.